നിങ്ങൾക്ക് ബിരിയാണി ഇഷ്ടമാണോ? എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങളത് കഴിക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിക്കാതിരിക്കുമോ? ഇല്ല അല്ലേ? നമുക്ക് നമ്മുടേതായ ഒരുപാട് ഇഷ്ടങ്ങളുണ്ടാവും. അതുപോലെ മറ്റൊരാൾക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ടാവും, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടാവും. നമുക്ക് ഇഷ്ടമുണ്ടെന്ന് വിചാരിച്ച് അത് മറ്റൊരാളുടെ മേത്ത് അടിച്ചേൽപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു റൈറ്റ് നമുക്കുണ്ടോ? ഇല്ല. കഴിഞ്ഞ ദിവസം മലയാളത്തിൽ ഹോസ്റ്റ് ചെയ്യപ്പെടുന്ന ബിഗ് ബോസ് എന്നുള്ളൊരു ഷോയുടെ ഒരു ഗ്ലിംസ് കാണാനിടയായി. അതിലൊരു കണ്ടസ്റ്റന്റ് ഒരു ലെസ്ബിയൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നോർമലൈസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുകയുണ്ടായി. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഇന്ത്യയുടെ ലീഗൽ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഇവർക്ക് വേണ്ടി. പക്ഷേ നമ്മളിൽ പലരും ഇപ്പോഴും അത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് നമ്മുടെ ചോയ്സാണ്. നമുക്കതുപോലെ പല ഡിസിഷൻസും ലൈഫിലുണ്ടാവും. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് കരുതി അവർക്ക് ജീവിക്കാനുള്ള അവകാശമില്ല, അല്ലെങ്കിൽ അവർ ജീവിക്കരുത്, അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയാനുള്ള എന്തെങ്കിലും റൈറ്റ് നമുക്കുണ്ടോ? നമുക്കില്ല. ആ ഷോയിൽ ചില വാക്കുകൾ കണ്ടപ്പോൾ ഒരുപാട് അതിരുവിടുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അതിനെ ചിന്തിപ്പിച്ച ഒരു കാര്യം, അത് നടക്കുന്നത് ഒരു പബ്ലിക് ഷോയിൽ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെ വീടുകളിൽ കൂടെയാണ്. ചിലപ്പോൾ നമ്മുടെ സ്വന്തക്കാരിലായിരിക്കാം, നമ്മുടെ പാർട്ട്നേഴ്സിലായിരിക്കാം, ഫാമിലിയിലായിരിക്കാം, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലായിരിക്കാം. പല റിലേഷൻഷിപ്സും നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ഒരൊറ്റ തോട്ടാണ്. നമുക്കിഷ്ടമില്ലാത്ത കാര്യം അവരും ചെയ്യാൻ പാടില്ല, നമുക്കിഷ്ടമുള്ള രീതിയിൽ, നമ്മൾ അവരെ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ അവരും ജീവിക്കണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നു. ആ ഒരു കണ്ടീഷൻ വെച്ച് ഇറങ്ങുന്നത് കൊണ്ടാണ് പല ബന്ധങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് നമുക്കൊന്ന് മാറ്റി ചിന്തിച്ചുകൂടാ? നമുക്ക് നമ്മുടെ റൈറ്റ് റോങ്സ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റൊരാൾക്കും ഉണ്ട്. നമുക്ക് നമ്മുടേതായ പേഴ്സണാലിറ്റി ഉണ്ട്, സാഹചര്യങ്ങളുണ്ട്, ഡിസിഷൻസ് ഉണ്ട്, സിറ്റുവേഷൻസ് ഉണ്ട്. അതുപോലെ മറ്റൊരാൾക്കും അവകാശങ്ങളില്ലേ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ബുദ്ധിമുട്ട് തുറന്ന് പറഞ്ഞിട്ടാണെങ്കിലും പക്ഷെ അത് മറ്റൊരാളുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യാതെ അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ശ്രമിക്കാം. താങ്ക് യു.